ചതയ നക്ഷത്രക്കാർക്ക് അറിവ് നേടി ശക്തിപ്പെടാനും സ്വയം തിരുത്തി മുന്നേറാനും ഉതകുന്ന ഒരു വർഷമായിരിക്കും ഇത്. ധനലാഭവും ഗൃഹലാഭവും ഒക്കെ നമുക്കിതിൽ പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്തുകൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പരോപകാര പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരും നല്ല സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന ആൾക്കാരുമാണിവർ. രോഗങ്ങളൊക്കെ ശമിക്കുന്ന സമയമാണ്. ഏറ്റെടുക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ ശത്രുക്കളുടെ ശല്യം പൂർത്തിമുട്ടുന്ന സമയമാണ്. നമുക്കിവയെല്ലാം വിശദമായി നോക്കാം. രാഹുദിശയിൽ കേതു അപഹാരം വളരെ ദോഷകരമായി സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. യുക്തിരഹിതമായ പെരുമാറ്റവും വിനാശകരമായ പ്രവൃത്തികളും കാണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാപിതാക്കൾക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ബുധൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ ഗുണകരമായ ഫലങ്ങളും നൽകും. 25 വയസ്സുവരെയുള്ള വ്യാഴദശയിൽ വ്യാഴം ആത്മീയതയുടെ ഗ്രഹമാണ്. ഈ ദശയിൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വളരുകയും ആരാധനയിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാധാരണയായി സമ്പത്തും ഭൗതിക സുഖങ്ങളും വർദ്ധിക്കും. ധനം സമ്പാദിക്കാനും പുതിയ വാഹനങ്ങൾ വാങ്ങാനും സുഖകരമായ സമയമാണിത്. തൊഴിൽ പുരോഗതി കൈവരിക്കാനും ഉയർന്ന സ്ഥാനം നേടാനും സാധ്യതയുണ്ട്.